ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ഉണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള ടേബിൾ ക്ലോത്ത് ഉണ്ട്, കിച്ചൺ ടവലുണ്ട്, ഡോർ മാറ്റ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയുന്നത് പാത്രം കമത്തി വെക്കുന്ന മാറ്റ്സ് ഉണ്ട്, വെള്ളത്തിലുള്ള പാത്രം കമത്തി വെക്കുന്ന മാറ്റ്സ് ഉണ്ട്. വെള്ളം വലിയാണേ. അപ്പൊ ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ലൊരു ബെഡ്ഷീറ്റ് ആണ്. പ്രീമിയം ക്വാളിറ്റി, നമുക്ക് നല്ലതായിട്ട് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ്. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് നല്ലൊരു ക്രീം കളറ്. ഇത് ഫുള്ള് കാന്ത വർക്ക് സാരി പോലെ ചെയ്തിരിക്കുന്ന നല്ല ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ബെഡ്ഷീറ്റ് ആട്ടോ. നമുക്ക് പ്രീമിയം ആയിട്ട് ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ബെഡ്ഷീറ്റ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് കേട്ടോ. ഫുള്ള് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ളൊരു ബെഡ്ഷീറ്റ്. ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന രണ്ട് വലിയ പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. ഇനി ഇത് കണ്ടോ, നമ്മുടെ ബാക്ക് സൈഡ് കണ്ടോ നല്ല കട്ടൻ ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കട്ടൻ ഉണ്ടല്ലോ, നല്ല ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന കട്ടനാണ്. നമുക്കിങ്ങനെ ലിവിങ് റൂമിലൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് തോന്നും. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കട്ടന. ലേസ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സെയിം കോമ്പിനേഷൻ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് കുഷ്യൻ കവേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. ഇത് നല്ല ഫ്ലോറൽ, അതായത് ഇംഗ്ലീഷ് പ്രിന്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ പ്രിന്റ് ഉള്ള ലൈറ്റ് വെയിറ്റ്. ഈ ഓണക്കാലത്ത് നമ്മുടെ അമ്മച്ചിമാർക്കും അമ്മമാർക്കൊക്കെ ഇപ്പൊ കൈക്കൊക്കെ വേദന ഉള്ളവർക്ക് മടിയാണ് തിക്കായിട്ടുള്ള ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കാനൊക്കെ. അപ്പൊ നമുക്ക് പക്ഷെ ആ തിക്കായിട്ടുള്ള ബെഡ്ഷീറ്റ് വേറെ നല്ല പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയണല്ലോ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് ഗിഫ്റ്റ് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലോറൽ ഡിസൈൻസാ. അതായത് നമുക്ക് ചില അമ്മച്ചിമാരും അപ്പച്ചമാരൊക്കെ തന്നെയൊക്കെ ആയിരിക്കുമല്ലോ താമസിക്കുന്നത്, അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബെഡ്ഷീറ്റാ. ഇതിൻ്റെ കൂടെ ഒരു പില്ലോ കവർ അവൈലബിൾ ആണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സോഫ്റ്റ് ആണ്, നല്ല കോട്ടൺ ആണ് കേട്ടോ. ഇനി ഇത് കണ്ടോ, ഇതിന്റെ വയലറ്റ് കളർ. ഇന്നാളൊരു ദിവസം ഞാൻ ഇത് പിങ്കിഷ് വയലറ്റ് എന്നാണ് പറയാം കേട്ടോ. ഇന്നാള് നമ്മൾ മഞ്ഞ കളറൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നില്ല ഞാനിത് കാണിച്ചിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ഇത് പിന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് മീൻസ് കളേഴ്സ് നമുക്കിങ്ങനെ അവൈലബിൾ ആകുമ്പോഴേ ചില ഡിസൈൻസ് നമ്മൾ അറിയാതെ തന്നെ ഇതിന്റെ കളർ ഇച്ചിരി വ്യത്യാസമുള്ള ചിലപ്പോൾ കാണിച്ചെന്ന് വരും കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടൊരു സിംഗിൾ ബെഡ്ഷീറ്റ് ലൈറ്റ് വെയിറ്റ് വിത്ത് 1 പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. ഒരു പില്ലോ കവർ ഉള്ളേ. ഇനി ഉള്ളത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ ബെഡ്ഷീറ്റ്. അതായത് ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൈറ്റ് വെയിറ്റും അല്ല, അതിന് ഇടയ്ക്കുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് ഇതുപോലെയുള്ള ഷീറ്റാണ്. നല്ല രസമായിട്ടുള്ള പ്രിന്റ് ആണ്. ഇതിന് നല്ല രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. ഇതിന്റെ സൈസ് വന്നിട്ട് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. ഈ ചില ബെഡ്ഷീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇത് എന്താ കഴുകുമ്പോൾ നമ്മൾ ഒരുപാട് വാഷിംഗ് പൗഡറും വാഷിംഗ് ലിക്വിഡും ഇടരുത്. കാരണം വെച്ചാൽ ഇതെല്ലാം ഒറിജിനൽ പ്രീമിയം ക്വാളിറ്റി എന്ത് മെറ്റീരിയലാണ്. ഇപ്പം ബെഡ്ഷീറ്റ് ആണെങ്കിലും ചുരിദാറാണെങ്കിലും ഒരു നമ്മുടെ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണെങ്കിൽ കിങ് സൈസ് അല്ലേന്ന് ഓർത്ത് കുറേ സോപ്പ് പൊടി ഒന്നും വാരി ഇടരുത് കേട്ടോ, ലിക്വിഡൊന്നും. അതിനൊരു കുറച്ച് ഇട്ടാൽ മതി, അതിനകത്ത് ചെളി എല്ലാം അങ്ങ് പൊയ്ക്കോളും. അതെന്ന് വെച്ചാൽ അതുപോലെ മീൻസ് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ മാഗ്നസ്കേപ്സിന്റെ ബെഡ്ഷീറ്റിലല്ല 100% കളർ ഗ്യാരണ്ടി ആണ്. ഞാൻ എൻ്റെ കാര്യമല്ല എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് വാഷിംഗ് മെഷീനകത്ത് പൗഡറൊക്കെ ഇട്ടാൽ അത് നരച്ചൊക്കെ പോവേ. അപ്പോൾ കുറച്ചൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ഇനിയുള്ളത് എനിക്ക് എൻ്റെ ബെഡ്ഷീറ്റിന്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ. അത് എൻ്റെ ഫാബ്രിക്കിന്റെ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ആരുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതാണേ. അപ്പൊ ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ്. ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയിലുള്ള കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. എന്ത് രസമാണെന്ന് നോക്കിയാൽ നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ. സൈഡിൽ കണ്ടോ ഇതുപോലെ വരും. അപ്പൊ ഒരു ഫുൾ ഷീറ്റ് ആണ് ഇത് കേട്ടോ. ഫുൾ ഷീറ്റ് വന്നിരിക്കുന്നതാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 695 രൂപയാണ്. ഇതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇനി വന്നിരിക്കുന്ന ഷീറ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഷീറ്റ് ആണ്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ. അതായത് 695 റുപ്പീസിന് ഇതുപോലെ ഫുള്ളി ത്രെഡ് വർക്ക് ഉള്ള ഇതുണ്ടോ. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇതുപോലെ ഫുള്ളി ത്രെഡ് വർക്ക് ഉള്ള സൈഡ് ബോർഡർ നല്ല ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രേയിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ക്യൂൺ സൈസ് തിക്ക് കോട്ടൺ ആയിട്ടുള്ള നമ്മുടെ റെഗുലർ ആയിട്ട് 4 സൈഡ് ബോർഡർ ഉള്ളത് തിക്ക് കോട്ടൺ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. രണ്ട് വലിയ പില്ലോ കവേഴ്സ്.
ഇനി നമ്മുടെ കട്ട റോസാപ്പൂ, ഈ കട്ട റോസാപ്പൂവിന്റെ കളറും കഴിഞ്ഞ ദിവസം കാണിച്ച കട്ട റോസാപ്പൂവിന്റെ കളറും കുറച്ച് വ്യത്യാസം ഉണ്ടേ. ഇത് കണ്ടോ, നല്ല രസമായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇല്ലേ, എല്ലാ ദിവസവും തന്നെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും എല്ലാവരും തന്നെ കാണുന്നവരൊക്കെ കുറച്ച് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരൊക്കെ നന്നായിട്ട് ഷെയർ ചെയ്യാമോ എന്ന് ഞാൻ ചോദിക്കുവാണേ. പിന്നെ മാഗ്നിസ്കേപ്സിന്റെ കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പ് റോഡ്. അതായത് എറണാകുളം വരുമ്പോൾ നിങ്ങൾ വൈറ്റിലേന്നും MG റോഡിനൊക്കെ വരുമ്പോൾ ഇതിന്റെ നടുക്കുള്ള സ്ഥലമാണ് ഈ ചെറുപറമ്പ് റോഡ്. 795 മെട്രോ പില്ലർ നമ്പർ നോക്കിയിട്ട് സൈഡിലോട്ടുള്ള റോഡിൽ 100 മീറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് ചെറുപറമ്പ് റോഡ്, മീൻസ് നമ്മുടെ മാഗ്നിസ്കേപ്സ് ഉള്ളത്. നമ്മുടെ മാഗ്നിസ്കേപ്സിന്റെ ബാക്ക് സൈഡിലാണ്, ഈ ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡിലാണ് പാർക്കിംഗ് ഉള്ളത് കേട്ടോ. അപ്പൊ അവിടെ നിങ്ങൾ അങ്ങ് പേ ആൻഡ് പാർക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ കയറി പാർക്ക് ചെയ്തോ, ഒന്നും പറയാണ്ട, നമ്മളാണ് അതിന്റെ പേയ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ലൈക്ക് മാഗ്നിസ്കേപ്സിലോട്ട് വരുന്ന ആൾക്കാരെ കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മളെ നല്ലതായിട്ട് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം, നല്ല സന്തോഷത്തോടെ ഇരിക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.